സർഫ്ഖാൻ ബീച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ടൈറ്റാനിക്കിലെ ജാക്കും റോസ് പോലെ ഇരിക്കണമെന്ന്. ശുഭം. ഒരു തിര വന്നതോടുകൂടി ജാക്കും റോസും തെറ്റിപ്പിരിഞ്ഞു. ചേട്ടാ എന്തോന്നത്, കടൽ നിറയെ തിരയാണല്ലോ. ചുമ്മാ ടൈറ്റാനിക്കിലെ ക്യാരക്ടറൊക്കെ വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ ഗത്യന്തരമില്ലാത്ത പോക്ക് കണ്ടിട്ട് കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കേണ്ടി വരുമോ എന്നായിരുന്നു എന്റെ പേടി. ഹാവു, കര കണ്ടു. എന്താ ഡബിൾ ഷെയ്ഡുള്ള കടലോ? അല്ല, ഇവരൊക്കെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഈ രമണന്റെ പോസ്റ്റിംഗ് കണ്ടിട്ടൊന്ന് പറയണേ. അതെന്താ ഡ്രൈവിംഗ് സ്കൂളോ? കൂടെ കമ്പനിക്ക് വന്ന ആളെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കണ്ട ഉടനെ ഷിയാബാക്ക പോയി. എങ്കിലും എണീക്കാൻ വെയിറ്റിംഗ് ആയിരുന്നു ഞാന്. എനിക്ക് ത്വരയായി ജ്വരയായി മാറുന്നതിന് മുൻപ് ഞാനും പോയി. അപാടെ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടില്ലെന്ന് ബലമായി പിടിച്ചതും ഡ്രൈവർ ഇടപെട്ട് അത് ശക്തിയായി എന്റെ കൈയിടിപ്പിച്ചു. ഇതിപ്പോ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഉറക്കത്തിൽ ബോട്ട് ഓടിച്ച് കളിക്കുന്ന എയ്സ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ സൂപ്പർ ആണെന്ന് പറഞ്ഞു. ഉറക്കപ്പിച്ചിലാണെന്ന് മാത്രം. അതുകൊണ്ട് ഇവിടെയുണ്ട് പഞ്ചവർണ്ണ നിറത്തിലുള്ള പാരച്യൂട്ട്. നാണത്താൽ സ്റ്റിയറിംഗ് കൈകൊണ്ടും കാലുകൊണ്ടും പോലും തൊടാതെ സ്റ്റിയറിംഗ് തിരിക്കുന്ന അൽഷിത. ഡ്രൈവർക്ക് വരെ ബാബിയുടെ കളം വരക്കൽ കണ്ടിട്ട് നാണം വന്നു. ഡ്രൈവർ അങ്ങോട്ട് നീങ്ങിന്നു. അപ്പളേ കരക്കെത്തിട്ടോ. അപ്പത്രേ ഉള്ളൂ. ബായ്.